ഇന്ന് രാജ്യം അനുകൂലിക്കുന്നവർ, ഇന്ന് രാജ്യക്ക് വേണ്ടി റാലി നടത്തുന്നവർ, ഇന്ന് രാജ്യയുടെ ഏറ്റവും നിർണായക ഘട്ടത്തിൽ ഇന്ന് രാജ്യം തള്ളി പറഞ്ഞവരാ കോൺഗ്രസിനെ പാതാളത്തിലേക്ക് കൊണ്ടുപോകും എന്ന് ഉറപ്പായപ്പോൾ മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. ഇന്ന് കണ്ണൂരിൻ്റെ രാഷ്ട്രീയം തലക്ക് തല, കൈക്ക് കൈ, ഈ രീതിയിൽ കണ്ണൂരിൻ്റെ രാഷ്ട്രീയം എവിടെ ചെന്ന് അവസാനിക്കുമെന്നാണ് ഇന്നത്തെ പ്രധാന ചോദ്യം. പക്ഷേ ഈ കാര്യത്തിൽ ഞങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടി ഒരു പടി കൂടി കടന്നു കുറ്റപ്പെടുത്തും. കാരണം ഇന്ന് ഭരിക്കുന്നത് അവരാ. നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. മിസ്റ്റർ ആന്റണി, ഇവിടെ ഒരു രാഷ്ട്രീയ സദാചാര ലംഘനത്തിനെ കുറിച്ച് പറയുകയുണ്ടായി. ഇവിടെ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ സദാചാര ലംഘനങ്ങളുടെ ഫലമായിട്ടല്ലേ മിസ്റ്റർ ആന്റണി വന്നിട്ടുള്ളത്? അപ്പോൾ ആന്റണിക്ക് ഈ രാഷ്ട്രീയ സദാചാരത്തിനെ കുറിച്ച് പറയാൻ എന്താണ് അർഹത? TP ചന്ദ്രശേഖരൻ അതിദാരുണമായി കൊല്ലപ്പെട്ടു. അതിൽ ഞങ്ങൾക്കും ദുഃഖമുണ്ട്, നിങ്ങൾക്കും ദുഃഖമുണ്ട്. എന്ന് കരുതി ഞങ്ങളുടെ ഒരു രാഷ്ട്രീയം ഇവിടെ നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? കത്തി കണ്ട പേടിച്ചോടുന്നവരല്ല ഞങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റുകാർ. അത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ശ്രീ വെള്ളാപ്പള്ളിയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന വ്യക്തി എന്ന് പറയുന്ന സിനിമ കെ കരുണാകരൻ. അതേപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന വ്യക്തി എന്ന് പറയുന്ന സിനിമ AK ആന്റണിയാണ്. SNDPയെ സംബന്ധിച്ചിടത്തോളം SNDPക്ക് പൊളിറ്റിക്കലായിട്ടുള്ള എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ പൊളിറ്റിക്കലായിട്ടുള്ള ഇനിഷ്യേറ്റീവിൻ്റെ കാലത്താണ്. അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ സ്വാഗതം ചെയ്യുക. ശ്രീ AK ആന്റണി. 140 MLA ഫിക്സഡ് ഡിപ്പോസിറ്റുമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി ഒരു കുറുക്കനെ പോലെ കാത്തിരിക്കുകയാണ്. ഒരു കുറുക്കനെ പോലെ. പിണറായി വിജയൻ കുറച്ചൊക്കെ പ്രോഗ്രസീവാണ്. പക്ഷേ അച്യുതാനന്ദൻ എന്തെടുത്താലും അത് പറയും, എന്തെടുത്താലും. When I was in defense minister, Madam asked me about my resignation letter. I told her I am ready to resign in any situation, in any way.